ഹലോ എവരിവൺ, ഇന്ന് നമുക്ക് പല്ലുവേദനയെ കുറിച്ചിട്ട് ഡിസ്കസ് ചെയ്താലോ. നിങ്ങൾ ഒരുപാട് പേർക്ക് ജീവിതത്തിൽ പല്ലുവേദന വന്നിട്ടുണ്ടാവും അല്ലേ? ഒരു പ്രാവശ്യം വന്ന ആൾക്കാർക്ക് അറിയാൻ സാധിക്കും എത്രത്തോളം സഹിക്കാൻ പറ്റാത്ത വേദനയാണ് ഈ പല്ലുവേദന എന്നുള്ളത്. അപ്പൊ മിക്കവാറും ഈ വേദന വരുന്നത് രാത്രി സമയത്തായിരിക്കും. ആ സമയത്താണെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഡോക്ടറെ കാണാൻ സാധിക്കില്ല, അല്ലെ നിങ്ങളെ ഡോക്ടർ അവൈലബിൾ ആയിരിക്കില്ല. അപ്പൊ ഇങ്ങനെയുള്ള കണ്ടീഷനിൽ നിങ്ങൾ എന്താണ് വീട്ടിൽ ചെയ്യാൻ പറ്റുക, ഈ വേദനയ്ക്ക് ഒരു താൽക്കാലിക ശമനത്തിനായിട്ട് എന്താണ് വീട്ടിൽ ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് ഈ വീഡിയോയിലൂടെ ഞാൻ പറയാൻ പോകുന്നത്. അപ്പൊ ആദ്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, മിക്കവാറും പല്ലുവേദനയുടെ കാരണം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പല്ലിൽ ഓൾറെഡി ഒരു ക്യാവിറ്റി ഉണ്ടായിട്ടുണ്ടാവും. ഈ ക്യാവിറ്റീൻ്റെ ഉള്ളിൽ ഓരോ മാസങ്ങളോ വർഷങ്ങളൊക്കെ ആയിട്ട് ഭക്ഷണ സാധനങ്ങൾ ഇങ്ങനെ കുടുങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ടാവും. അങ്ങനെ ഒരു പർട്ടിക്കുലർ സമയം എത്തുമ്പോൾ ഭക്ഷണ സാധനങ്ങൾ കൂടുതലായിട്ട് ക്യാവിറ്റീൻ്റെ ഉള്ളിൽ അടിഞ്ഞു കൂടുകയും ഇതൊരു പ്രഷർ ക്രിയേറ്റ് ചെയ്യുകയും ചെയ്യും. അങ്ങനെ ഈ പ്രഷർ കാരണം നിങ്ങൾക്ക് വേദന അനുഭവപ്പെടാം. അപ്പൊ നിങ്ങൾ പല്ലുവേദന വന്നാൽ ആദ്യം എന്താണ് ചെയ്യേണ്ടത്? വേഗം പോയിട്ട് പല്ല് തേച്ച് കൊടുക്കുകയാണ് വേണ്ടത്, ബ്രഷ് ചെയ്യാണ് വേണ്ടത്. ബ്രഷ് ചെയ്ത് കഴിയുമ്പം ആ ഭക്ഷണ സാധനങ്ങൾ, കുടുങ്ങിയിരുന്ന ഭക്ഷണ സാധനങ്ങൾ പുറത്തു പോവുകയും അങ്ങനെ ആ പ്രഷർ ഇല്ലാതാവുകയും അങ്ങനെ നിങ്ങൾക്ക് വേദനയിൽ നിന്ന് ആശ്വാസം നേടുകയും ചെയ്യും. രണ്ടാമത്തെ കാര്യം നിങ്ങൾ ചെയ്യേണ്ടത് ഉപ്പുവെള്ളം കവിൾ കൊള്ളുകയാണ്. വീട്ടിലുള്ള നോർമൽ റൂം ടെമ്പറേച്ചറിലുള്ള വെള്ളത്തിൽ ഉപ്പ് കലക്കിയിട്ട് നന്നായിട്ട് ഏത് ഭാഗത്താണ് വേദന ആ ഭാഗത്ത് കവിൾ കൊള്ളുകയാണ് വേണ്ടത്. മൂന്നാമത്തായി കാര്യം ചെയ്യേണ്ടത് ഐസ് പാക്ക് വെക്കുകയാണ്. വീട്ടിൽ ഐസ് കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ? അപ്പോൾ ഈ ഐസ് ക്യാപ്പ് അല്ലെങ്കിൽ ഐസ് ക്യൂബ്സ് അത് നമ്മൾ ഒരു കവറിലോ എന്തെങ്കിലുമൊക്കെ ആക്കിയിട്ട് എവിടെയാണോ വേദന ഉള്ളത് അവിടെ വെച്ചിട്ട് കംപ്രസ് ചെയ്ത് കൊടുക്കുക. വേദനയുള്ള ഭാഗത്ത് കംപ്രസ് ചെയ്യുന്നതിന്റെ ഫലമായിട്ട് നിങ്ങൾക്ക് അവിടെ ഉണ്ടാവുന്ന വീക്കും കാര്യങ്ങളൊക്കെ കുറഞ്ഞു കിട്ടുന്നതാണ്. നാലാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, ഈ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നിങ്ങൾക്ക് വേദന കുറയുന്നില്ല എന്നാണെങ്കിൽ നിങ്ങൾ ഉടൻ തന്നെ ഒരു പെയിൻ കില്ലർ എടുക്കേണ്ടതാണ്. ഡോക്ടറോട് ചോദിച്ചിട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയുന്ന ഏതെങ്കിലും ഒരു പെയിൻ കില്ലർ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. അഞ്ചാമത്തെ കാര്യം, ഈ നിങ്ങൾക്ക് പിറ്റേ ദിവസം തന്നെ ഡോക്ടറെ അടുത്തേക്ക് പോകാൻ സാധിക്കുന്നില്ല, അങ്ങനത്തെ ഒരു കണ്ടീഷൻ ആണെങ്കിൽ, കുറച്ച് ദിവസത്തേക്ക് നിങ്ങൾക്ക് ഡോക്ടറെ അടുത്തേക്ക് പോകാൻ കഴിയില്ല, അങ്ങനെയൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഡോക്ടറോട് ചോദിച്ചിട്ട് ഒരു ആൻറ്റിബയോട്ടിക്കും കൂടി എടുക്കാവുന്നതാണ്. ഈ പെയിൻ കില്ലറും ആൻറ്റിബയോട്ടിക്കും ഒരുമിച്ച് കഴിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വേദനയിൽ നിന്ന് നല്ല ആശ്വാസം ലഭിക്കുന്നതാണ്. ഞാൻ ഈ പറഞ്ഞ 5 കാര്യങ്ങളും താൽക്കാലിക ശമനത്തിന് വേണ്ടി മാത്രമുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് പെർമനന്റ് ആയിട്ട് ഈ വേദനയിൽ നിന്ന് മുക്തി നേടണമെങ്കിൽ നിങ്ങൾ എന്തായാലും ഉറപ്പായിട്ടും ഡോക്ടറെ പോയി കാണേണ്ടതാണ്. കാരണം മിക്കവാറും ഒരു 60% കേസിൽ മാത്രമേ ഉള്ളൂ പല്ല് വേദന പല്ലിന്റെ പ്രശ്നം കൊണ്ട് ഉണ്ടാവുന്നത്. അല്ലാത്ത സാഹചര്യങ്ങളിൽ ചിലപ്പോൾ നിങ്ങൾക്ക് മോണരോഗമായിരിക്കാം. മോണരോഗത്തിന്റെ വേദനയും പല്ലുവേദന പോലെ തന്നെയാണ് നിങ്ങൾക്ക് അനുഭവപ്പെടുക. അല്ലെങ്കിൽ പല്ലിലുള്ള ക്യാവിറ്റി വലുതായി ഇൻഫെക്ഷൻ എല്ലിലൊക്കെ എത്തിച്ചേർന്നിട്ട് ഓസ്റ്റിയോമൈലൈറ്റിസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സീരിയസ് കണ്ടീഷനിലൊക്കെ നിങ്ങൾ എത്തിച്ചേർന്നിട്ടുണ്ടാവാം. അപ്പൊ അങ്ങനത്തെ സാഹചര്യങ്ങളിലൊക്കെ ഇതൊക്കെ ആദ്യം മനസ്സിലാക്കേണ്ടതാണ്. അതിന് ഡെന്റിസ്റ്റിന്റെ ഹെൽപ്പ് നിങ്ങൾക്ക് കൂടിയേ തീരുള്ളൂ. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പല്ലുവേദന ഉണ്ടെങ്കിൽ താൽക്കാലിക ശമനത്തിന് ഈ ടിപ്സ് ഒക്കെ നിങ്ങൾ ചെയ്യാമെങ്കിലും പെർമനന്റ് ആയിട്ട് നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ എത്രയും പെട്ടെന്ന് ഡെന്റിസ്റ്റിനെ കൺസൾട്ട് ചെയ്യൂ, എന്നിട്ട് നിങ്ങളെ പല്ലുവേദന മാറ്റി വരും. ഐ ഹോപ്പ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന്. അപ്പൊ ഇന്ന് ഈ പല്ലുവേദനയെ കുറിച്ചിട്ട് ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് നിങ്ങളോട് സംസാരിക്കാനുള്ളത്. അപ്പോൾ ഇനി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഈ വീഡിയോ എങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് പല്ലിനെ സംബന്ധിച്ച് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻസ് ആയിട്ട് രേഖപ്പെടുത്തൂ. എനിക്ക് സമയം കിട്ടുമ്പോൾ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരുന്നതായിരിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ദിസ് ചാനൽ.